നിയാസ് അഹമ്മദ് കളിച്ചു വളർന്ന അങ്കടിവർ സ്കൂൾ ഗ്രൗണ്ട് നിയാസ് അഹമ്മദ് മോഡൽ ഗ്രൗണ്ട് എന്നോ അല്ല നിയാസ് അഹമ്മദ് കോർട്ട് എന്നോ മാറ്റിക്കൊണ്ട് അതിന് 25 ലക്ഷം രൂപ മാറ്റിവെക്കണം. ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 10 ലക്ഷം രൂപ ഈ വർഷവും 15 ലക്ഷം രൂപ അടുത്ത വർഷം. കാരണം ഇപ്പോൾ മൊത്തം പൈസ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചെലവഴിക്കാൻ പറ്റൂല. ഇപ്പോൾ ഈ വർഷം നമ്മൾ തുടക്കം കുറിക്കും. അടുത്ത മാർച്ച് ഏപ്രിലോട് കൂടി അത് പൂർത്തീകരിക്കും. ഇങ്ങനെയൊരു പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ട് വർഷങ്ങൾ കുറച്ചായി. എന്നിട്ടും യാതൊരു നിർമ്മാണ പ്രവൃത്തിയും ഇതുവരെ നടന്നിട്ടില്ല. നാടിനഭിമാനമായി മാറിയ ഈ കൗമാരക്കാരൻ ഇനിയുള്ള സ്കൂൾ ഒളിമ്പിക്സുകളിൽ പ്രതിനിധീകരിക്കുക മലപ്പുറം ജില്ലയെയാവും. സ്വന്തം നാട്ടിൽ മികച്ച പരിശീലനം നേടാനുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതാണ് നിയാസിന്റെ കുടുംബം ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനുള്ള കാരണം. അവൻ്റെ ഒരു കരിയറിൽ നമ്മളും വളരെ പ്രതീക്ഷയോടെയാണ് അവനെ സ്റ്റേറ്റ് ലെവൽ വരെ കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്ന് തന്നെ ഉള്ളത്. അപ്പോൾ ഇവൻ്റെ ഇപ്പോൾ ഒരു പരിശീലനം ഇല്ലാതെ ഒരു കരിയറിൽ ഇവന് ഇത് ഗോൾഡ് മെഡൽ നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് +1 +2 എന്തായാലും ഒരു മെഡൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ കിട്ടേണ്ട മെഡലാണ്. അത് ഈ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു എന്താ പറയുക ഒരു അനാസ്ഥ എന്ന് തന്നെ പറയാം. കാരണം അവനൊരു ചുറ്റുപാട് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മെഡൽ നമുക്ക് വേറൊരു ജില്ലക്ക് പോകേണ്ട മെഡലല്ല. മലപ്പുറത്തെ കടകശ്ശേരി സ്പോർട്സ് സ്കൂളിൽ പ്രവേശനം നേടിയ നിയാസ് അവിടെ പ്രത്യേക പരിശീലനവും തുടങ്ങി. നിയാസെ മലപ്പുറത്തെത്തിയിട്ട് പരിശീലനമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രാവിലെയും വൈകുന്നേരം വർക്കൗട്ട് ഉണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിയാസ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയപ്പോൾ ജനപ്രതിനിധികൾ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും ജലരേഖ പോലെ കിടപ്പാണ്. ഇനി വരുന്ന കായിക താരങ്ങൾക്കെങ്കിലും സ്വന്തം സ്വപ്നങ്ങൾ നിറവേറ്റാനായി മറ്റു ജില്ലകളിലേക്ക് ചേക്കേറേണ്ട ദുർഗതിയുണ്ടാവരുത്. അധികൃതരുടെ പ്രഖ്യാപനങ്ങൾ കടലാസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, നിയാസിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്. പക്ഷെ ഓർത്തു നോക്കൂ, സ്വന്തം നാട്ടിൽ വേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികൃതരുടെ അനാസ്ഥ മൂലമൊക്കെ മറ്റൊരു നാട്ടിലേക്ക് ഒരു കായിക താരത്തിന് പോവേണ്ടി വരുന്നതൊക്കെ എന്ത് ദുഃഖകരമായ കാര്യമാണല്ലേ? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം അധികാരികളുടെ ഒരു കൂട്ടം ജനപ്രതിനിധികളുടെ ചുവപ്പ് നാടയിൽപ്പെട്ടിട്ട് ഒരു നാടിന്റെ സ്വപ്നം പൂർണ്ണമായും ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഈ ഒരു പയ്യന്റെ നിയാസിന്റെ ജീവിതത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്കണിമുഖറിന് അഭിമാനമായി മാറിയിട്ടുള്ള ചെറിയ 14-15 വയസ്സിനകം തന്നെ നാടിന്റെ മുഴുവൻ അങ്കണിമുഖർ എന്നാൽ നിയാസിന്റെ നാടാണ് എന്ന രീതിയിൽ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് നിയാസിന് തൻ്റെ ഉന്നത പഠനത്തിന് വേണ്ടി ഹയർ സെക്കൻഡറി പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പറിച്ചു നടപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണ്. വേറെ ഒന്നും പറയാനില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വെറും വാഗ്ദാനങ്ങൾ മാത്രം ഉണ്ടാവുന്നു. ജനപ്രതിനിധികളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കേവലം വാഗ്ദാനങ്ങൾ മാത്രം ഉണ്ടാവുന്നു. ആ നാട്ടിലെ കുട്ടികളൊക്കെ തന്നെ നിയാസിനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരെ വിചാരിക്കുന്നത് നിയാസിനെ പോലെ എത്രയോ കുട്ടികൾ ഉണ്ടാകുമല്ലേ ഇതുപോലെ ആഗ്രഹിക്കുന്നത്, വലിയൊരു കായിക താരമാകാനൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ കുട്ടികൾ ഉണ്ടാകും. പക്ഷേ നിയാസിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി നിയാസിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത് വലിയൊരു വീഴ്ച തന്നെയാണ്. അധികാരികൾ ഇത് കണ്ണു തുറക്കട്ടെ, ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി സാരംഗ്.